വഴിയിലോ തുറസായ സ്ഥലത്തോ ആണെങ്കിൽ നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെയുള്ള സ്ഥലത്തായിരിക്കുമ്പോൾ മിന്നൽ ഉണ്ടാകുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ കർശനമായിട്ട് പാലിക്കണം. നമ്മളൊരു ഗ്രൗണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ സുരക്ഷിതമല്ല. സ്വാഭാവികമായും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിലേക്ക് സുരക്ഷ തേടി പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? എന്നാൽ അങ്ങനെ ചെയ്യരുത്. ഉയരമുള്ള മരച്ചുവടുകളിൽ പോയി നിൽക്കുന്നത് തികച്ചും അപകടകരമാണ്. കാരണം മിന്നൽ ഏറ്റവും വേഗത്തിൽ ആകർഷിക്കുന്നത് ഏറ്റവും ഉയരമുള്ള വസ്തുക്കളെയാണ്. നിങ്ങൾ അടച്ച ഒരു വണ്ടിക്കുള്ളിലാണ് ആ സമയത്തായിരിക്കുന്നെങ്കിലോ നിങ്ങൾ സുരക്ഷിതരാണ്. എന്നാൽ സൈക്കിൾ, മോട്ടോർ ബൈക്ക്, കൃഷിയിടങ്ങളിലെ ട്രാക്ടർ എന്നിവ ഈ സമയത്ത് ഒരു കാരണത്താലും ഉപയോഗിക്കരുത്. ജലാശയങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. കുളം, പുഴ, കടൽ എന്നിവയിൽ നിന്ന് ഉടനടി കയറുകയും മീൻപിടുത്തം, ബോട്ടിംഗ് എന്നിവ പൂർണ്ണമായും നിർത്തിവെക്കുകയും ചെയ്യണം. ഇതെല്ലാം അപകട തീവ്രത വർദ്ധിപ്പിക്കുന്ന ഇടങ്ങളാണ്. സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ രണ്ട് കാര്യങ്ങളും പരസ്പരം അടുപ്പിച്ചു വെച്ച് തലമുട്ടുകൾക്കിടയിൽ ഒതുക്കി തറയിൽ കുത്തിയിരിക്കണം. എന്നാൽ തറയിൽ കിടക്കരുത്. കാരണം നിലത്തുകൂടി കരണ്ട് പടരാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ഇടിമിന്നലേറ്റാൽ പേടിച്ചോടി പോകരുത്. കൃത്യസമയത്ത് നൽകുന്ന പ്രഥമ ശുശ്രൂഷ അവരുടെ ജീവൻ രക്ഷിക്കും. ചിലർ ചോദിക്കുന്ന സംശയമാണ്, മിന്നലേറ്റ വ്യക്തിയെ തൊട്ടാൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും എനിക്ക് ഷോക്ക് ഏൽക്കില്ലേ എന്ന്. അതിനുള്ള ഉത്തരം പറയാം. മിന്നലേറ്റ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും നമുക്ക് ഒരു കാരണത്താലും ഷോക്ക് അടിക്കുകയില്ല, സുരക്ഷിതമാണ്. ഉടൻ തന്നെ അടിയന്തര വൈദ്യസഹായത്തിനായി ആംബുലൻസ് വിളിച്ച് ആ വ്യക്തിക്ക് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. ആ സ്ഥലത്ത് വീണ്ടും മിന്നലുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ രോഗിയെ കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. മിന്നലിന് ഇരയായ വ്യക്തിക്ക് ബോധമുണ്ടെങ്കിലും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുകയാണെങ്കിൽ അവരെ നിലത്ത് കടത്തി തല ശരീരത്തിന്റെ താഴ്ഭാഗത്തേക്കാൾ താഴ്ന്ന നിലയിലും കാലുകൾ അല്പം ഉയർത്തിയും വെക്കുക. ഇടിമിന്നൽ പ്രകൃതിയുടെ ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. നമുക്കതിനെ തടയാൻ കഴിയില്ല. എന്നാൽ ശാസ്ത്രീയമായ മുൻകരുതലുകൾ കൃത്യമായി പാലിച്ചാൽ നമുക്ക് വലിയ അപകടങ്ങളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാം. കാലാവസ്ഥാ വകുപ്പ് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ദാമിനി മൊബൈൽ ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ പ്രദേശത്തെ ഇടിമിന്നൽ സാധ്യതകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിച്ചേക്കാം.